ധർമ്മസ്ഥലയിൽ ഇന്നലെ കിട്ടിയ അസ്ഥികളുമായി ബന്ധപ്പെട്ട് ഏത് ഏജൻസി അന്വേഷിക്കണമെന്നതിൽ കൺഫ്യൂഷൻ. 1.5 വർഷം മാത്രം പഴക്കമുള്ള അസ്ഥികളാണ് കിട്ടിയത്. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരില്ല. അതേസമയം 7ാം ദിവസത്തെ പരിശോധന തുടങ്ങുകയും ചെയ്തു. ധർമ്മസ്ഥലയിൽ നിന്നും മുഹമ്മദ് റഹീസ് ചെയ്യുന്നു. റഹീസ്, 10 വർഷം പഴക്കമുള്ള അസ്ഥികൾ, 15 വർഷം, ഏറ്റവും ഒടുവിൽ 1.5 വർഷം പഴക്കമുള്ള അസ്ഥികൾ. കിട്ടുന്നത് അസ്ഥികളാണ്. വരുന്ന വാർത്തകൾ വിചിത്രവുമാണ്. റഹീസ്, ഹാഷ്മി, കഴിഞ്ഞ 2 ദിവസമായി സംഭവിക്കുന്നതൊക്കെയും വിചിത്രമാണ്. കാരണം ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സ്പോട്ട് മാർക്ക് ചെയ്തിരുന്ന ഒരു സ്പോട്ടിൽ, അതായത് ഇപ്പോൾ പരിശോധന നടക്കുന്ന ഈ 11ാം സ്പോട്ടിൽ തെരച്ചിൽ നടക്കുമെന്നാണ്. പക്ഷേ ഇന്നലെ അവിടേക്കല്ല തെരച്ചിൽ സംഘം പോയത്, അന്വേഷണ സംഘം പോയത്. അവർ ഇതിന് മുകളിലുള്ള ഒരു സ്പോട്ടിലേക്ക് പോവുകയും അവിടെ നിന്നാണ് 100 കണക്കിന് അസ്ഥികൾ എന്ന് പറയുന്നുണ്ട്. എന്തായാലും സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നത് 50നും 100നും ഇടയിലുള്ള അസ്ഥികൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു അസ്ഥി, അതൊരു അസ്ഥികൂടമായി പൂർണ്ണമായും നിൽക്കുന്ന തരത്തിൽ ഉള്ള ഒരു 1.5 വർഷത്തോളം പഴക്കമുള്ള ഒരു അസ്ഥികൂടമാണ് ലഭിച്ചിരിക്കുന്നത്. അത് വലിയ കാലപ്പഴക്കമില്ലാത്തതാണ് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകുമായിരുന്നു. അതിൽ നിന്ന് DNA ലഭിക്കും എന്നതടക്കമുള്ള ഒരു വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയും ഈ അന്വേഷണ സംഘം ഇപ്പോൾ കുഴഞ്ഞിരിക്കുകയാണ്. അത് തങ്ങളുടെ അന്വേഷണ പരിധിയിൽ വരുന്നതല്ല. പക്ഷേ അവർ കയറിപ്പോയപ്പോൾ കാണുന്നത് ഇതുപോലെ അസ്ഥികളൊക്കെയാണ്. പിന്നെ മറ്റു ശേഖരിച്ച അസ്ഥികളൊക്കെ ഇവർ തന്നെ പരിശോധിക്കുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെ ഒരാളുടേതുമല്ല, 2 ആളുടേതുമല്ല ഈ ലഭിച്ച അസ്ഥികൾ എന്ന അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ വിവരം ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്ത് പരിശോധിക്കാൻ ഇറങ്ങിയവരൊക്കെയും ഇത് കണ്ട് ഇന്നലെ അവർക്കും വലിയ ഞെട്ടലുണ്ടായിരുന്നു. കാരണം ഒരു അസ്ഥി കൂമ്പാരം തന്നെയാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇനി ആരന്വേഷിക്കും? അത് ഇനിയും ധർമ്മസ്ഥല പോലീസിന്റെ പരിധിയിലേക്ക് അന്വേഷണം മാറുമോ? അതിനി ഒരു ആത്മഹത്യയാണോ, കൊലപാതകമാണോ? അതൊക്കെ സംബന്ധിച്ച് വലിയ അന്വേഷണം ഇനിയും നടക്കേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും ഇവിടെ ഇപ്പോൾ 11ാമത്തെ സ്പോട്ടിലേക്ക് അന്വേഷണം കടന്നിട്ടുണ്ട്, ഈ പരിശോധന കടന്നിട്ടുണ്ട്. ഈ തൊഴിലാളികളൊക്കെ അകത്ത് നിൽക്കുന്നത് നമുക്ക് കാണാം. ഒപ്പം തന്നെ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചിട്ടുണ്ട്. ഈ റോഡിനോട് ചേർന്നുള്ള സ്പോട്ട് തന്നെ ആയതുകൊണ്ട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിശോധന നടക്കും എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ ഇപ്പോൾ ഈ കാട് ഒന്ന് വെട്ടിത്തെളിച്ച് അവിടെ കൃത്യമായ ഒരു സ്പോട്ട് ഒന്നുകൂടി മാർക്ക് ചെയ്ത് അതിലേക്ക് പരിശോധന നീക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കുഴിച്ച് തന്നെ പരിശോധിക്കും. ആ കുഴിച്ച് പരിശോധന ഒരു 1.5 അടി 2 അടിയൊക്കെ കഴിയുമ്പോഴേക്കും പിന്നീട് എന്തെങ്കിലും കണ്ടെത്തിയാൽ ഇന്നത്തെ പരിശോധന എന്തായാലും ഇവിടെ കൊണ്ട് അവസാനിക്കും. അല്ല എന്നുണ്ടെങ്കിൽ പിന്നീടും ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആഴത്തിൽ പരിശോധിക്കും. അപ്പോൾ അങ്ങനെ ചെന്നു കയറുന്നിടത്തൊക്കെയും അസ്ഥി കാണുമ്പോൾ അത് സ്വാഭാവികമായിട്ടൊട്ടും തോന്നുന്നില്ല. അതിലെന്തായാലും അസ്വാഭാവികതയുണ്ട്. അപ്പോൾ ഒരു വിഭാഗം പറയുന്നത് ഇവിടെ ആളുകൾ കയറി ആത്മഹത്യ ചെയ്യുന്ന സ്ഥലമാണ് എന്നാണ്. പക്ഷേ അങ്ങനെ ആത്മഹത്യ ചെയ്താൽ എത്ര പേർ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്? അതിനൊക്കെയും ഒരു കണക്കുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയും മറുഭാഗത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ എന്തായാലും ശുചീകരണ തൊഴിലാളി പറയുന്ന അത്രയും കുഴിച്ചു പരിശോധിക്കുക, ആ രീതിയിൽ തന്നെ പരിശോധിക്കുക എന്നുള്ളൊരു നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോഴാണ് ഇതുപോലെ അവർ ഇതുവരെയും ഐഡന്റിഫൈ ചെയ്യാത്ത സ്പോട്ടിൽ നിന്ന് പോലും അസ്ഥികൾ ലഭിക്കുന്നത്. ഐഡന്റിഫൈ ചെയ്ത 3 സ്പോട്ടുകൾ ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞാലേ ഈ പരിശോധനയുടെ ആദ്യഘട്ടം കഴിയുകയുള്ളൂ. ഹാഷ്മി, മുഹമ്മദ് റഹീസാണ് ആ വാർത്തയുടെ വിവരങ്ങൾ ധർമ്മസ്ഥലയിൽ നൽകുന്ന. ധർമ്മസ്ഥല വല്ലാത്തൊരു സ്ഥലമായി മാറുകയാണ്. അവിടെ കുഴിക്ക് തോണ്ടുന്നിടത്തൊക്കെ അസ്ഥി എന്ന മട്ടിലാണ്. ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞു കൊടുക്കുന്ന സ്പോട്ടിലും അല്ലാതെയുമൊക്കെ അസ്ഥികൾ, പഴയതും പുതിയതുമായ അസ്ഥികൾ, 1 വർഷവും 1.5 വർഷവും പഴക്കമുള്ള അസ്ഥികൾ തന്നെ അസ്ഥികളാണ് ധർമ്മസ്ഥലയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.